ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇന്നൊരു കുഞ്ഞ് ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കുറവാണെന്ന് എപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ആ കംപ്ലൈൻ്റ് ഒക്കെ അങ്ങ് മാറ്റി തരാൻ പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ചൂട് നാട്ടിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെ ചൂടൊന്നും ചൂടല്ലാന്ന്. പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ലതായിട്ട് ചൂടുണ്ട്. പക്ഷേ സമ്മറല്ലേ അല്ലേ, നമുക്ക് ഈ ഒരു ക്ലൈമറ്റും ഒക്കെ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും. ഞാനാണെങ്കിൽ ദാവൺഗിരിയിൽ നിന്ന് നാട്ടിൽ പോകാൻ ഓടി വന്നു. പക്ഷെ ദാവൺഗിരിയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ പോട്ടെ, വിശേഷമൊക്കെ നമുക്കിങ്ങനെ ഓരോ വീഡിയോസിലായിട്ട് പറഞ്ഞു വരാം കേട്ടോ. ഇനി എത്ര വീഡിയോസ് ചെയ്യാനുണ്ടല്ലോ, 2 മാസം ഞാൻ നാട്ടിലുണ്ട്. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ബ്രാൻഡ് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ എനിക്കാണെങ്കിൽ പണ്ട് മുതൽ ഈ ക്രോക്കറീസ് ആവട്ടെ, യൂട്ടൻസിൽസും പോട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ സാധാരണ അടുക്കള റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് നിന്നല്ലേ കിട്ടുക. പക്ഷേ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ കിട്ടിയത്. അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പം, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പം അവിടുത്തെ നല്ല നല്ല ക്രോക്കറി ഐറ്റംസ് ഒക്കെ കണ്ടാൽ കുറച്ച് അച്ഛൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു മാഗ്നറ്റ് പോലെ അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് വാങ്ങിക്കണം, നമുക്കിത് വേണം, നമുക്കിതുപോലെ സെർവ് ചെയ്യണം എന്നൊക്കെ അച്ഛൻ്റെ ഒരു ആഗ്രഹം. അച്ഛൻ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആ ഒരു ജീൻ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആണെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് നല്ലൊരു പ്ലേറ്റ് ആണെങ്കിലും നല്ല ഗ്ലാസ് ആണെങ്കിലും ഒക്കെ അത് നമുക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അമ്മ പിന്നെയും അതിനൊക്കെ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ. പക്ഷെ അച്ഛൻ നേരെ തിരിച്ചാണ് കേട്ടോ. അച്ഛൻ ഇല്ല, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നിട്ട് മതി ഗസ്റ്റിന് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എനിക്കും സെയിം ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതിനൊരു ബെഡ്ഷീറ്റ് ആവട്ടെ, ഒരു നല്ല പ്ലേറ്റ് ആവട്ടെ, നല്ല പാത്രം ആവട്ടെ ഒക്കെ. ഇപ്പം നമ്മൾ മാത്രമേ വീട്ടിലുള്ളെങ്കിലും നല്ലൊരു സെർവിങ് പോട്ടിൽ സെർവ് ചെയ്ത് വെക്കാനും അതിന് നന്നായിട്ടൊക്കെ വെക്കാൻ അച്ഛന് ഭയങ്കര താല്പര്യമാണ്. അപ്പം എനിക്ക് അതൊക്കെ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഒട്ടും കാറ്റൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഇവിടെ വേർക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വാങ്ങിച്ച ഓരോ പ്രൊഡക്റ്റ്സ് ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാസറോളാണ്. നെസ്റ്റേഷ്യ. നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ടായിട്ടില്ല ഇത് കാണാൻ. ഈ ഒരു കാസറോൾ വന്നിട്ട് 1000 ml ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ സമയം ചൂടായിട്ട് വെക്കാനൊക്കെ പറ്റുന്നതും കാസറോളാണ് കേട്ടോ ഇത്. നമുക്കിതിൽ ചപ്പാത്തി എടുത്ത് വയ്ക്കാം, നമുക്ക് കുഞ്ഞ് ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കിതിനകത്ത് ഇത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് ചപ്പാത്തി ചുട്ട് നമ്മുടെ പുതിയ കാസറോളിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ അടുത്ത പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടൊരു സെർവിങ് പോട്ടാണ് കേട്ടോ. ഇത് ഭംഗിയല്ലേ കാണാൻ. ഇതിൻ്റെ 3 കളർ അവൈലബിൾ ആയിരുന്നു, റെഡും പിന്നെ യെല്ലോ പിന്നെ ഈ ഒരു ഗ്രീൻ. എനിക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയില്ലേ. നമുക്ക് ഈ ഒരു പോട്ടിൽ നമുക്കിഷ്ടമുള്ള ഗ്രേവീസും അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ റൈസൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റൈസൊക്കെ എടുത്ത് വെക്കാനും അതുപോലെ തന്നെ സൂപ്പൊക്കെ റെഡിയാക്കി വെക്കാനൊക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സെർവിങ് പോട്ടാണ് കേട്ടോ ഇത്. അപ്പം ഞാനിന്ന് സാമ്പാർ നമ്മുടെ പുതിയ സെർവിങ് പോട്ടിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള സെർവിങ് പോട്ടും ഓപ്പൺ ചെയ്യുമ്പം എൻ്റെ അമ്മയുടെ സാമ്പാറിൻ്റെ നല്ല അടിപൊളി സ്മെല്ലും പെർഫെക്റ്റ് അല്ലേ എൻ്റെ കിച്ചണിലേക്ക്. ഇനി അടുത്ത ഐറ്റം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എന്തായിരിക്കും, എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ഒരു 3 കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് ഇത്. നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു റബ്ബറിൻ്റെ ഒരു കണ്ടോ, ഇതൊരു അതിൻ്റെ ഒരു എന്താ പറയുക സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു
കവറിങ് ഉണ്ട് ഇതിന്. പിന്നെ ഈ ഒരു കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു കളറും അടിപൊളിയല്ലേ. നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, സ്കൂളിലേക്ക് വലിയ കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല, കൺമണിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു 3 കമ്പാർട്ട്മെൻ്റ് ഉള്ളൊരു ടിഫിൻ ബോക്സ് പോലത്തെ സംഭവമാണിത്. അതുപോലെ തന്നെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതൊരു ലീക്ക് പ്രൂഫാണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഇതുപോലെ നമുക്കിതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ലോക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോക്കാണ്. ഇത് ലീക്ക് പ്രൂഫ് കൂടെയാണ് കേട്ടോ. ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോക്സാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ. ഇതൊക്കെ കൺമണിക്കൊരു സർപ്രൈസാണ്. കൺമണി ഇപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ അവൾ പറയും അവൾക്ക് ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണമെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി അത്ര കുഞ്ഞു കുട്ടികൾക്ക് അത്ര സേഫ് അല്ല. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഭയങ്കര ചൂടല്ലേ. ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിക്കുന്ന ഫ്രൂട്ടും വാട്ടർമെലൺ ആണ് കേട്ടോ. വാട്ടർമെലൺ അല്ലാതെ വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പോലും തോന്നില്ലേ ഈ ഒരു ചൂടിന്. വാട്ടർമെലണൊക്കെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു. ഇത് ലീക്ക് പ്രൂഫാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒന്നും ലീക്ക് ഇതിന് ഇങ്ങനത്തെ ഒരു കവറിങ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ പോലും ഡയറക്റ്റ് ഗ്ലാസ്സിന് ടച്ച് ആവില്ല. അത് ഭയങ്കരമായിട്ടൊരു നല്ലൊരു സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ 3 എണ്ണം കാണിച്ചു നിങ്ങളെ. 4ാമത്തെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വളരെ പ്രത്യേകിച്ച് വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ രാത്രി തന്നെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന കുറേ പേരുണ്ടാവും, പ്രത്യേകിച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കാൻ പറ്റുന്ന പോലെ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണിത്. ഇതിൽ നമുക്ക് ടോട്ടൽ 8 കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വലിയതിൽ ഈ ഒരു ട്രേയിൽ 8 കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഉണ്ട്. അതിന് നമുക്കിതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് ലോക്ക് ചെയ്ത് നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇവിടെ അമ്മയ്ക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് അമ്മ വരുമ്പോഴേക്കും അമ്മേനെയും സർപ്രൈസ് ചെയ്യാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് കുക്ക് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതല്ലേ. എനിക്ക് ചില ദിവസങ്ങളിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ എല്ലാം എടുത്തിട്ട് വറവിലിട്ടാൽ മതി എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ കുറേ വർക്കിംഗ് ആയിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവർ ആ ഒരു പരിപാടിയൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നേ ഒന്നും തന്നെ അങ്ങനെ റെഡിയാക്കി വെക്കുന്നൊരു ടൈപ്പ് അല്ല. പ്രത്യേകിച്ച് ഒരു ഓണം വന്നാലും വിഷു വന്നാലൊക്കെ ഞാൻ ഇവിടെ വീട്ടിലാണെങ്കിൽ അമ്മയും ഞാനും മാത്രം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് പറയും നമുക്കെല്ലാം കട്ട് ചെയ്ത് വെക്കാം, പ്രത്യേകിച്ച് ചോരനൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ അത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ദാവൺഗറിൽ ഉണ്ടാകുമ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ അപ്പം ഫ്രഷായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചില ദിവസങ്ങളൊക്കെ. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം നമുക്ക് എന്നും നമ്മൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പം ഞാൻ ഇന്ന് രാത്രിയിലേക്ക് അമ്മയ്ക്കിപ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കുക്കിങ്ങൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് ഇതിൽ ഞാനിത് അമ്മനെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്ക് അത് കട്ട് ചെയ്യേണ്ട ഒരു ടൈം സേവായി. അപ്പം അമ്മ പറയും അറ്റ്ലീസ്റ്റ് നീ ഇതൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയും കേട്ടോ. നമുക്കിതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതൊക്കെ ഓരോ ബോക്സിലായിട്ട് വെക്കാം. എൻ്റെ സവോള കുറച്ച് കൂടുതലുണ്ട്, നമ്മളൊരു 2 ബോക്സിലായിട്ട് വെക്കുന്നു. പിന്നെ ഇതുപോലെ വേറൊരു സംഭവമാണ് വെളുത്തുള്ളി ചിലപ്പം ഈ നമ്മൾ നേരത്തെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ പീൽ ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ വെളുത്തുള്ളി ഭയങ്കര സഹായമാണ്. കാരണം വെളുത്തുള്ളി നമുക്കിങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു തൊലി കളിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മടിയുള്ള ടൈപ്പാണ് എനിക്ക്. പക്ഷേ ഞാനത് ഇപ്പം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ദാവൺഗര കിട്ടുന്നത്
വളരെ ചെറിയൊരു വെളുത്തുള്ളിയാണ്. ഇതുപോലത്തെ വെളുത്തുള്ളി അവിടെ കിട്ടാറ് കുറവാണ്. മോറിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെ ലോക്കലി കിട്ടുന്നതൊക്കെ അവിടെ പറയും ജവാരി വെള്ളുള്ളി എന്ന് പറയും കേട്ടോ. അതായത് ഒരു നാടൻ വെള്ളുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി എന്നാണ്. അപ്പം അത് നാടനാണ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. അത് ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് അങ്ങനെ തന്നെ ഞാൻ കറിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യും കേട്ടോ. കാരണം അത് നമുക്ക് അതിൻ്റെ ഒരു തൊലിയൊന്നും കളയാൻ വേണ്ടി മാത്രമൊന്നുള്ളൊരു അത്രയും വലിപ്പമൊന്നുമില്ല അതിന്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സാരി ഹോൾസ് ആണ് കേട്ടോ. അതുപോലെ എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ഹോൾസൊക്കെ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് മാത്രമൊന്നും ഇപ്പം റീസെൻ്റായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ അടുത്തായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു മിന്ത്ര ഹോൾ അല്ലെങ്കിൽ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാത്ത മിന്ത്രയിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കൂടുതലും കിച്ചണിലേക്കുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും വാങ്ങിക്കുക എപ്പോഴും. അപ്പം ഞാനിതാ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് വരുമ്പോഴേക്കും അമ്മയ്ക്കൊരു സർപ്രൈസ് ആവും കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഫ്രൂട്ട്സ് എടുത്ത് വെക്കാം. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇനി എൻ്റെ അടുത്ത പർച്ചേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും കാണുമായിരിക്കും. ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ്. നമ്മൾ ഡയറക്റ്റ് ബോട്ടിലിൽ നിന്ന് ആഡ് ചെയ്യുമ്പം കുറച്ചധികം വീഴാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് നമുക്കിത് ഇതുപോലെ ഒരു ഡിസ്പെൻസർ ആണെങ്കിൽ എത്രത്തോളം വേണം അത്രത്തോളം മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഒരുപാട് ഒഴിക്കാതെ കുറച്ച് മാത്രം നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി അതല്ല നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ കോരിയിട്ട് ഇതാ സ്പൂണും അവർ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ സ്പൂണിലും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഇവിടെ വെക്കണം. എന്നിട്ട് സംഭവം റെഡി. ഇവിടെ അമ്മ വലിയൊരു ബോട്ടിലാണ് കേട്ടോ എണ്ണ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനകത്ത് നിന്ന് ആവശ്യത്തിന് നമുക്ക് എത്ര വേണം അത്രത്തോളം നമുക്ക് ഈ ഒരു ഡിസ്പെൻസറിലേക്ക് മാറ്റാം. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എയർ ടൈറ്റ് ഫുഡ് കണ്ടെയ്നർ ആണ് കേട്ടോ. ഇതിൽ സെറ്റ് ഓഫ് 3 ആണ്. ഒന്നിതാ കുറച്ച് ചെറുതാണ് കേട്ടോ. 3 സൈസിൽ വരുന്ന കണ്ടെയ്നേഴ്സ് ആണ്. ഇതിന് നല്ല ടൈറ്റ് ആയിട്ട് നല്ല ലോക്കുള്ള ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് നമുക്കിതിനെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനോ അല്ല നമുക്ക് ഓഫീസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ലീക്ക് ആവാതെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ്. സെറ്റ് ഓഫ് 3 ആണ് കേട്ടോ. സെറ്റ് ഓഫ് 3. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ നെസ്റ്റേഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കറിയാം ഇതൊരു പുതിയ ബ്രാൻഡോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഈ ഒരു ബ്രാൻഡിൻ്റെ സജഷൻസ് ആവട്ടെ ഇതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവരുടെ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ കയറി ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാർട്ടിലേക്ക് കുറേ കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റി. അപ്പം ഇതിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. കണ്ടോ എൻ്റെ ഈ ഒരു സർവിങ് പോട്ട് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്. പിന്നെ ഒരു കാസറോൾ ഡിസ്പെൻസർ, പിന്നെ ഇതുപോലൊരു കണ്ടെയ്നർ,
ഇതിലൊരു നമുക്കൊരു 3 സെറ്റ് ഉണ്ട് കേട്ടോ. 3 സാധനങ്ങൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ്. പിന്നെ ഇതെന്തായാലും വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ ഒരു നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ. പിന്നെ ഇത്. അപ്പോൾ ഞാൻ കൂടുതൽ ഹോൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.